ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബേദ്. ഇന്നിതാ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ട്, അങ്ങോട്ടൊന്ന് പോകുകയാണെ. അപ്പോൾ പൂക്കളും ചെടികളൊന്നും ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് റാസൽ ഖൈമയിലുണ്ട്. റാസൽ ഖൈമ മേരീസിലാണ് ലൊക്കേഷൻ വരുന്നത്. അടിപൊളി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എത്തി ചെടികളും പൂക്കളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാ. പിന്നെ എനിക്ക് കുറച്ചൊരു വിഷമം കൂടി വന്നു. അത് എൻ്റെ ചെടികൾ ആലോചിച്ചിട്ടായിരുന്നു കേട്ടോ. ചെടികൾ എന്തായി എന്നുള്ളതൊക്കെ ഓർത്തിട്ടായിരുന്നേ. അവിടെ ചെന്ന് ചെടികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചെടികളൊക്കെ കാര്യം ഓർത്തിട്ട് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഞാൻ ഈ ഒരു ചെടിയാണ് കേട്ടോ വാങ്ങിയത്. ഇതൊന്നും പിന്നെ കുറേ ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്ന ചെടികളൊക്കെ എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ പൂവിട്ട ചെടി ഈ ഒരു ചെടി മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ നല്ല ബൊഗൈൻവില്ല, പിന്നെ കൂടുതൽ പിന്നെ എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടമാകാൻ പിന്നെ വീട്ടിൽ എൻ്റെ അടുത്തുള്ള ഒരുവിധം ചെടികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു യെല്ലോ കളർ, ഒരു ലൈറ്റ് കളർ ഷീറ്റ് അതൊക്കെ ആണ്. ആ ഷീറ്റിൻ്റെ അപ്പുറത്താണ് നമ്മളെ റൂം കേട്ടോ. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഗാർഡൻ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷമായിട്ടാണ്. ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ചെടികളൊക്കെ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകൾ വീഡിയോ ഒക്കെ ഇങ്ങനെ കൂടുതലും കാണണതിൽ ഓളവും തീരവും അവരതാണ് തോന്നുന്നത്. ഫസ്റ്റ് തന്നെ പൂക്കളും ചെടികളും ഇഷ്ടമില്ലാത്തത് ആരാണുള്ളത് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഈ കാണുന്നതൊക്കെ പൂക്കളും ഒക്കെ കാണുന്നത്, അതുപോലെ നമ്മളെ ഫ്രണ്ട്സുകളെ കുറേ പേരെ വീഡിയോയിൽ കാണാം. അവർ ഫസ്റ്റ് തന്നെ അവരെ വീഡിയോ കാണുമ്പോൾ തന്നെ പൂക്കളാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കാണാൻ, ചെടികളും പൂക്കളൊക്കെ. പിന്നെ അതുകൊണ്ട് തന്നെ വീട്ടിലും കുറേ ചെടികളുണ്ട് കേട്ടോ. മാഷാ അല്ലാ. ഇപ്പം അതൊക്കെ അവിടെ അനിയത്തി ആണത് നനച്ച് കൊടുക്കുന്നതൊക്കെ. അവളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളതൊക്കെ നനക്കാനൊക്കെ. അപ്പോൾ അവൾ അതിൻ്റെ ഒരു നല്ല രീതിയിൽ തന്നെ അവളത് നോക്കുന്നുണ്ട് കേട്ടോ ചെടികളൊക്കെ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നബീല റഹീം. ഞാനും നബില് റിസുമോളും നെസ്സിയും കൂടെയാണ് പോയത്. അവന് നെസ്സിക്ക് കോള് വന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് എന്തോ അർജൻറ്റ് ആവശ്യത്തിന് അവൾ പോയിട്ടുണ്ടായിരുന്നു. റിസുമോളും നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ ബാപ്പു വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചെടികളൊക്കെ കണ്ടില്ല, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോഴൊക്കെ. പിന്നെ അതുപോലെ ഹൈഡ്രാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഹൈഡ്രാഞ്ചിയൊക്കെ നമ്മളെ നാട്ടിലെ ഫ്ലവർ പോലെയല്ല എനിക്ക് തോന്നി. ഹൈഡ്രാഞ്ചിയൊക്കെ ഒന്നുകൂടി ഫ്ലവറൊക്കെ ഒന്നുകൂടി ഒരു വലിപ്പമുള്ള പോലെ അങ്ങനെ തോന്നി. അതുപോലെ ജമന്തി അങ്ങനെയുള്ളതൊക്കെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ചെടികൾ ബൊഗൈൻവില്ലയാണ് കേട്ടോ. ഇത് ഭയങ്കര എപ്പോഴും നല്ല ഭംഗിയാണല്ലോ അല്ലേ, പല കളറിൽ. എൻ്റെ അടുത്തുണ്ട് കേട്ടോ, വീട്ടിലൊരു 9-10 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല ഹൈഡ്രാഞ്ചിയൊക്കെ ലീഫൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ്, പക്ഷേ ഫ്ലവറിന് വ്യത്യാസമുണ്ട്. ഞാൻ എന്നിട്ട് അവിടെയുള്ള കുട്ടീനോട് പറഞ്ഞിട്ടോ, ഇത് നമ്മുടെ നാട്ടിലുള്ള ഫ്ലവർ പോലല്ലല്ലോ, ഇത് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ മോന് തിരുവനന്തപുരത്തുള്ളത് അവൻ എനിക്ക് ആ ഒരു ചെടി തന്നല്ലോ, അതെനിക്ക് ഫ്രീ ആയിട്ട് തന്നതായിരുന്നു അവന് കേട്ടോ. ഇത് താത്ത എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതായിരുന്നേ. മാഷാ അല്ലാ. പിന്നെ അവിടെ യൂഫോർബിയ അങ്ങനെയുള്ള ചെടികൾ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നമ്മൾ കുറേ മുന്നേ കണ്ടിട്ട് ഞാനൊക്കെ കുറേ ഒഴിവാക്കിയതാണത് ആ ചെടികളൊക്കെ. പിന്നെ ഈ താമര അങ്ങനെയൊക്കെ വളർത്തുന്ന അതിൻ്റെ ആ പോട്ട് അങ്ങനെയുള്ളതൊക്കെ. അതുപോലെ ചെടീൻ്റെ പോട്ടുകളും അതുപോലെ പിന്നെ വളം അങ്ങനെയുള്ളത് എല്ലാതും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ പച്ചക്കറിക്കൊക്കെ വളം കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് വാങ്ങൽ. ഇപ്പോൾ ഈ ഒരു തെച്ചി ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ളതല്ലേ, കണ്ടില്ലേ. ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് ആദ്യം ഉണ്ടായിട്ട് ഇങ്ങനെ വെട്ടിക്കളയുന്നതൊക്കെ ആയിരുന്നു. പക്ഷേ നല്ല ഭംഗിയാണ് പൂവിട്ട് നിൽക്കണ കാണാൻ. അതുപോലെ അവിടെ ആ അറ്റത്ത് ഒരു വാഴ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ളപ്പോൾ. അത് കണ്ടില്ലേ, നല്ലൊരു വാഴ കണ്ടില്ലേ, വാഴൻ്റെ ഒരു ചെടിയാണത്. അപ്പോൾ ഇതാണ് യൂഫോർബിയ. ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.
സിസി പ്ലാന്റ്, മണി പ്ലാന്റ്, സ്നേക് വേരിയ. നിങ്ങൾക്ക് എല്ലാതും പേരറിയൂല്ലേ? ഇത് മാർബിൾ പോത്തോസ്, സിൽവർ പോത്തോസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതൊക്കെ ഇതിങ്ങനെ ചെയ്ത് ഈ സ്നേക് വേരിയന് എന്റെ അടുത്ത് 2-3 തരുന്നുണ്ട്. ഇതുണ്ട്, ഇതിന്റെ വലുത്, പിന്നെ വേറെ ഇതുണ്ട്. അതിനെത്രയാണാവല്ലേ? റേറ്റ് നാട്ടില് 250. ഇതാണ് പിന്നെ അവിടെ പോത്തോസിൻ്റെ പല വെറൈറ്റികളും ഉണ്ട്. മണി പ്ലാന്റിൻ്റെ ഒക്കെ, അതുപോലെ സ്നേക് വേരിയ, പിന്നെ സിൽവർ പോത്തോസ്, മാർബിൾ പോത്തോസ്. ഇതൊക്കെ ഞാൻ നമ്മളെ റെയിൻബോ പ്ലാന്റ്സ് ഷംജുവിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ കൊറിയർ വരുത്തിയിട്ട് അവിടെ വീട്ടിലുള്ള ചെടികളാണ് കേട്ടോ അതെല്ലാം. പിന്നെ ഇത് കണ്ട സ്നേക് വേരിയ, അങ്ങനെ ഇതൊക്കെ പലതും ഉണ്ട്, പല വെറൈറ്റി ഉണ്ടായിരുന്നു സ്നേക് വേരിയ. എൻ്റെ അടുത്ത് ഇല്ലാത്തതും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അഗ്ലോണിമയും തന്നെ റെഡ് ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വെറൈറ്റീസ് അതൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇവരുടെ അടുത്ത് ഇല്ലാത്ത ചെടികളും എൻ്റെ അടുത്ത് അവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ അടുത്ത് ഇവിടെ ഇല്ലാത്ത ചെടികളും എൻ്റെ അടുത്ത് വീട്ടിലുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇനി നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളി. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.